ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഏറ്റവും പരിപാവനമായ പരിശുദ്ധമായ നോമ്പിന്റെ ദിനങ്ങളിലൂടെയാണല്ലോ നാം കടന്നു പോകുന്നത്. നമ്മുടെ കർത്താവ് പല അവസരങ്ങളിലും തിരക്കിൽ നിന്നൊഴിഞ്ഞ് മലമുകളിലേക്ക് പ്രാർത്ഥിപ്പാനായിട്ട് കടന്നു പോകുന്ന നമ്മൾ കാണും. അത് നമ്മുടെ കർത്താവിന്റെ ജീവിതത്തിൽ പോലും വലിയൊരു ആത്മീയതയുടെ നിറവ് നൽകിയതായിട്ടാണ് നമ്മൾ വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഈ ദിവസങ്ങളിൽ പരിശുദ്ധ നോമ്പിന്റെ ദിവസങ്ങളെ കൂടുതൽ പ്രദീപ്തമാക്കുന്ന, കൂടുതൽ പ്രകാശിതമാക്കുന്ന ഒരു ആത്മീയ അനുഭവം നമുക്ക് നൽകുന്നതാണ് മലങ്കര സഭാഭാസുരൻ പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയുടെ ഓർമ്മ ദിനങ്ങൾ. ഡൽഹി ഭദ്രാസനത്തിന് ഏറ്റവും അനുഗ്രഹകരമായ ഒരു ആത്മീയതയുടെ ഉറവിടമായി നിലനിൽക്കുന്ന പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയുടെ നാമത്തിലുള്ള ആരാവലി സെന്റ് ഐനേഷ്യസ് ചാപ്പൽ, ആ ചാപ്പലിലും പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയുടെ പെരുന്നാളിന്റെ ശുശ്രൂഷകൾക്കായിട്ട് ചാപ്പലും പരിസരവും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ്. ഡൽഹി ഭദ്രാസനത്തിലെ മുഴുവൻ വൈദികരുടെ സാന്നിധ്യത്തിൽ, മുഴുവൻ വിശ്വാസികളുടെ സാന്നിധ്യത്തിൽ ഡൽഹി ഭദ്രാസന യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലാണ് പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയുടെ പെരുന്നാളിന്റെ ശുശ്രൂഷകൾ എല്ലാ വർഷവും നടത്താറുള്ളത്. ഈ വർഷം ഏറ്റവും പ്രത്യേകതയുള്ളത് ആരാവലി സെന്റ് ഐനേഷ്യസ് ചാപ്പലിന്റെ ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് റിട്രീറ്റ് സെന്ററിന്റെ അതിന്റെ നിർമ്മാണ കാലയളവിൽ അതിനു വേണ്ടിയിട്ട് വളരെ ത്യാഗോജ്വലമായ ശുശ്രൂഷകൾ നിർവഹിച്ച, ഇപ്പോൾ പരിമല സെന്റ് ഗ്രിഗോറിയോസ് ഹോസ്പിറ്റലിന്റെ CEO ആയിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട MC പൗലോസ് അച്ഛനാണ് ഈ വർഷത്തെ പെരുന്നാളിന്റെ ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികനായിട്ട് എത്തുന്നത്. ഡൽഹി ഭദ്രാസന മെത്രാപ്പോലീത്ത അഭിവന്ദ്യ ഡോക്ടർ യൂഹാനൻ മാർ ദെമത്രിയോസ് തിരുമേനി ഫെബ്രുവരി മാസം 14 പെരുന്നാളിന്റെ ശുശ്രൂഷകൾക്ക് തുടക്കം കുറിച്ചു. കഴിഞ്ഞ ആഴ്ചയിൽ പെരുന്നാളിന്റെ കൊടിയേറ്റ് കർമ്മം ബഹുമാനപ്പെട്ട നൈനാൻ ഫിലിപ്പച്ചന്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ടു. ഈ ദിവസങ്ങളിലൊക്കെ ഡൽഹി ഭദ്രാസനത്തിലെ വിശ്വാസികളുടെ സജീവമായ സാന്നിധ്യം ഉണ്ടായിരുന്നു. എന്നാൽ ഈ വരുന്ന ശനിയാഴ്ചയും ഞായറാഴ്ചയുമായിട്ട് പെരുന്നാളിന്റെ മുഖ്യ ശുശ്രൂഷകൾ നടത്തപ്പെടുകയാണ്. ഫെബ്രുവരി 28 സാറ്റർഡേ കൃത്യം 4:30 ആരാവലി ഹിൽസിന് താഴെയുള്ള ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് പദയാത്ര ആരംഭിക്കുകയും കൃത്യം 5:30 കുരിശൻ തൊട്ടിയിൽ ധൂപപ്രാർത്ഥന നടത്തുകയും അതിനുശേഷം 6 മണി മുതൽ സന്ധ്യാ നമസ്കാരം, തുടർന്ന് ബഹുമാനപ്പെട്ട MC പൗലോസ് അച്ഛൻ പരിശുദ്ധ പിതാവിന്റെ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളെ പറ്റി പരാമർശിക്കുന്ന അനുസ്മരണ പ്രഭാഷണവും നടത്തപ്പെടും. അതിനുശേഷം യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ വ്യത്യസ്ത മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ചവരെ ആദരിക്കുന്ന ചടങ്ങുകളുണ്ട്. കൃത്യം 8:30 ശുശ്രൂഷകൾ, ശനിയാഴ്ച വൈകിട്ടത്തെ ശുശ്രൂഷകൾ പൂർത്തീകരിക്കപ്പെടും. വന്ന് സംബന്ധിക്കുന്ന എല്ലാവർക്കും കംഫോർട്ടബിൾ ആയിട്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനും പെരുന്നാളിന്റെ ശുശ്രൂഷകൾ സംബന്ധിക്കുവാനുമുള്ള എല്ലാ വിപുലമായ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അറിയിക്കുന്നു. ഡൽഹി ഭദ്രാസനത്തിൽ നിന്നും താല്പര്യമുള്ള വ്യത്യസ്ത ഇടങ്ങൾ നോക്കിയ അനേകം ആളുകൾ ഈ പെരുന്നാളിന്റെ ശുശ്രൂഷകൾ വന്ന് സംബന്ധിക്കുവാൻ തക്കവണ്ണം ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാവരുടെയും സാന്നിധ്യം പെരുന്നാളിൽ ഉണ്ടാകണമെന്ന് കൃത്യമായി ഈ സമയത്ത് അഭ്യർത്ഥിക്കുകയും പരിശുദ്ധ സഭയുടെ സൂര്യനായ പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയുടെ സഭാഭാസുരന്റെ ഈ ഓർമ്മ പെരുന്നാൾ നമ്മളുടെ ഭദ്രാസനത്തിനും പരിശുദ്ധ സഭയ്ക്കും ഓരോ കുടുംബങ്ങൾക്കും നാം ഏർപ്പെടുന്ന എല്ലാ മേഖലകൾക്കും അനുഗ്രഹത്തിന് മുഖാന്തരമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവരെയും പെരുന്നാളിന്റെ ശുശ്രൂഷകൾക്കായിട്ട് സവിനയം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കും.